നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിലെ സക്സസ്ഫുൾ പരിശീലകരിൽ ഒരാളായ ഒവൻ കോയലിന് കീഴിൽ കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ്.സിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വരും സീസണിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ചെന്നൈയിൻ എഫ്.സി ഒരുങ്ങുന്നത് എന്നതിൽ ആർക്കും സംശയമേ കാണില്ല. വെറും 22 വയസ്സു മാത്രം പ്രായമുള്ള യുവ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജിതേന്ദ്ര സിംഗിനെ ജാംഷഡ്പൂർ എഫ്.സിയിൽ നിന്നും സ്വന്തമാക്കിയതിന് പിന്നാലെ പരിചയ സമ്പത്ത് കൈമുതലായുള്ള സെൻട്രൽ ബാക്കായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും ഒരുപോലെ തിളങ്ങാൻ കെൽപ്പുള്ള വേഴ്സറ്റൈൽ ബ്രസീലിയൻ എൽസീഞ്ഞോ എന്നറിയപ്പെടുന്ന എൽസൺ ജോസ് ഡിയാസ് ജൂനിയറിനെയും ചെന്നൈയിൻ എഫ്.സി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. യുവതാരം ജിതേന്ദ്രയ്ക്ക് അടുത്ത 1 വർഷത്തെ കരാറാണ് ചെന്നൈയിൻ എഫ്.സി സമ്മാനിച്ചതെങ്കിൽ എൽസീഞ്ഞോയെ ചെന്നൈയിൻ എഫ്.സി സ്വന്തമാക്കുന്നത് അടുത്ത 2 സീസണിലേക്കാണ്. യുവത്വവും പരിചയസമ്പത്തും ഒരുമിച്ച് ചെന്നൈയിൻ എഫ്.സിയുടെ പ്രതിരോധ നിരക്ക് കരുത്തു പകരുമ്പോൾ ഇരു താരങ്ങളെയും നേരത്തെ ഒവൻ കോയൽ ചാമ്പ്യൻ പട്ടമണിയിച്ച ജാംഷഡ്പൂർ എഫ്.സിയിൽ നിന്നാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തൻ്റെ കരിയറിലാകെ 214 മത്സരങ്ങളിൽ മുട്ടണിഞ്ഞ എൽസീഞ്ഞോ തൻ്റെ കരിയറിൻ്റെ സിംഹഭാഗവും പന്ത് തട്ടിയത് മെക്സിക്കൻ ക്ലബിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ജാംഷഡ്പൂർ എഫ്.സിക്കായി കഴിഞ്ഞ സീസണിൽ 25 മത്സരങ്ങളിൽ മുട്ടണിഞ്ഞിട്ടുമുണ്ട്. എൽസീഞ്ഞോ വരുന്നതോടെ ചെന്നൈയിൻ എഫ്.സി പ്രതിരോധം റയാൻ എഡ്വേർഡ്സിനൊപ്പം കരുത്തുകൂടുന്നതോടെ ഇനി ആ പൂട്ടുപൊളിക്കാൻ ഏത് എതിരാളികളും നന്നെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.